ഏഷ്യാനെറ്റ് സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം LGBTQAIA++ എന്ന് പറയുന്ന അത്തരം ഒരു കൾച്ചറിനെ മലയാളി സമൂഹത്തിലേക്ക്, കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് പിന്നെ ശരിക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുത്തു വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് ചട്ടം കെട്ടിയ അതിന്റെ അവതാരകനാണ് ഈ നടൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഈ പ്രോഗ്രാം ഒരിക്കലും നിങ്ങളെ എന്റർടൈൻ ചെയ്യാനോ മറ്റുള്ളവരല്ല, ഇവർക്ക് കാശ് കിട്ടാനും നമ്മുടെ അടുത്ത തലമുറയെ കുളം തോണ്ടാനുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്ന, ഇരുത്തുന്ന, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന, ഇത് കാണുന്ന കാഴ്ചക്കാരും കുടുംബിനികളും കുട്ടികളും മലയാളികളും ഈ വിഷയം തിരിച്ചറിയാൻ കിട്ടിയ ഒരു സന്ദർഭമായിട്ട് എന്ത് ചെയ്യണം, ഇതിനെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. നമ്മൾ നേരത്തെ ഈ വിഷയം പൂർണ്ണ കേരളത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഇത് പാഠ്യപദ്ധതി വന്ന സമയത്താണ് കൂടുതൽ ചർച്ച വന്നത്. എനിക്ക് ഈ ചർച്ച വന്നപ്പോൾ അതിന്റെ ആ കരടിരേഖക്ക് മുമ്പ് പല രീതിയിൽ ഇറങ്ങിയ കുടുംബശ്രീയുടെ ഒരു പിന്നെ രേഖ ഉണ്ടായിരുന്നു. ആ രേഖകളിലൊക്കെ LGBTQ എന്ന് പറയുന്ന ആ സംവിധാനവും അതിൽ L എന്താണ്, G എന്താണ്, അതിന്റെ കാര്യമൊക്കെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് എഴുത്തുകളുണ്ടായിരുന്നു. അത് നമ്മളന്ന് ഇതുപോലെ ചർച്ചയ്ക്ക് വെച്ചു. ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ഇതൊന്നും ഇവിടെ നടത്താൻ പോകുന്ന കാര്യമില്ല, ഇതൊന്നും ഇവിടെ വരാൻ പോകുന്ന കാര്യമില്ല. വെറുതെ നിങ്ങൾ എവിടെയെങ്കിലും നടക്കുന്ന, യൂറോപ്പിലൊക്കെ നടക്കുന്ന സാധനങ്ങൾ ഇവിടെ മലയാളി കൊടുത്ത് നടക്കുന്നത് അതൊന്നും ഇതിലില്ല. അത് ഈ പിന്നെ ട്രാൻസ്ജെൻഡറിന്റെ പ്രശ്നങ്ങളുണ്ട്, അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ പരിഗണിക്കണം എന്ന് പറയാനല്ല, അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിച്ച് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്കൊന്ന് കണ്ണ് തുറന്ന് കാണേണ്ട, കാത് തുറന്ന് കേൾക്കേണ്ട വാചകങ്ങളാണ് ഈ നടൻ അവിടെ വിളിച്ചു വന്നിരിക്കുന്ന വാചകങ്ങൾ. ഞാൻ നമുക്ക് അറിയാം, കുട്ടികൾ ഈ ഒരു ആശയത്തിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കൾ എന്നാണ് തടഞ്ഞാൽ ഇദ്ദേഹം എടുത്ത റോളായിരിക്കും കുട്ടികൾ രക്ഷിതാക്കൾ നെഞ്ചത്ത് പ്രയോഗിക്കുക. അത് മലയാളികൾ നല്ലോണം കാത്തിരുന്നോട്ടെ. അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇത് തീർച്ചയായിട്ടും കാണുന്ന ഒരു കുട്ടി ഈ രണ്ട് പെൺകുട്ടികളെ കുറിച്ചിട്ട് അവൻ അമ്മയോട് ചോദിക്കുന്നത്, അമ്മേ ആ പെൺകുട്ടികൾ ആരാണ്, എന്താണ്, അവർ സിസ്റ്റേഴ്സ് ആണോ, അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിലേക്ക് കയറണം, അത് കുഴപ്പമില്ല, അങ്ങനത്തെ പ്രശ്നമില്ലാതാണ്. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർ എന്നാലും ആണോ കല്യാണം കഴിക്കുക, പെണ്ണും കല്യാണം കഴിക്കുക, അതൊന്നും ജീവിക്കുക, അത് ഒറ്റപ്പെട്ട കേസായിരിക്കും, അതൊന്നും നമ്മുടെ കുട്ടികളിലേക്ക് അങ്ങനെ വരില്ല എന്ന് ഇത് കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ ഞാനിപ്പോൾ അടുത്ത സ്ഥലത്ത് പ്രഭാഷണത്തിന് വന്നപ്പോഴേ ആ സ്റ്റേജ് കയറുന്നതിന് മുമ്പ് അടുത്ത് വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് കുടുംബത്തിൽ ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് താമസിക്കണം, ഒന്നിച്ച് ജീവിക്കണം, അതായത് പെണ്ണും ഒന്നിച്ച് ജീവിക്കണം, എനിക്ക് അങ്ങനെ താല്പര്യം പറയുന്ന കുട്ടികൾ വരെ ഉണ്ട് എന്ന് അവർ രക്ഷിതാക്കൾ വളരെ വിഷമത്തോട് കൂടി പറഞ്ഞിട്ടുണ്ടെന്നാണ് ആലോചിച്ചു. അപ്പോൾ അതിന്റെ എത്ര ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു. അപ്പോൾ അതിൽ രക്ഷിതാവിന്റെ ആശങ്ക ഒരു കമന്റാണ്, ഇങ്ങനത്തെ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ബോക്സിൽ കമന്റ് അടിച്ചാണ്. എന്താ കമന്റ് ഉള്ളത്, പിന്നെ എന്റെ കുട്ടികൾ പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ സംഭവം? അപ്പോൾ ഈ രീതിയിലേക്ക് കുട്ടികൾക്ക് ചെയ്യും തെറ്റുമില്ലല്ലോ. അപ്പോൾ അത് വളരെ ഗൗരവപൂർവ്വം ചെയ്യുന്നുണ്ട്. പിന്നെ രക്ഷിതാക്കൾ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണോ ഈ നടൻ ഇവിടെ വിളിച്ച് പറഞ്ഞത്, അതേ ഒരു അതൊരു വിഷ്വൽ രൂപമാണ്. അദ്ദേഹം പറഞ്ഞ ആശയമാണ് കുട്ടികളെ പാഠപുസ്തകത്തിലൂടെ പല വരികളിലൂടെ ആയിട്ട് പഠിപ്പിക്കുന്നത്. അത് ഇന്നും കേരളം ചർച്ച ചെയ്തിട്ടില്ല. അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ടുണ്ടാവും.